ഹലോ. സൈജു കുറുപ്പിൻ്റെ ഭരതനാട്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ ഭരതനാട്യം 2 മോഹിനിയാട്ടം ഒരു ഡാർക്ക് കോമഡി എൻ്റർടൈനറാണ്. ഇത് സൈജുവിൻ്റെ 150ാമത്തെ സിനിമയാണ്. സംവിധാനം കൃഷ്ണദാസ് മുരളി. ഒന്നാം ഭാഗത്തിൽ അച്ഛൻ ഭരതനായരുടെ ആട്ടമായിരുന്നെങ്കിൽ രണ്ടാം ഭാഗത്തിൽ ഭരതൻ്റെ അമ്മ മോഹിനിയുടെ ആട്ടമാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്നാം ഭാഗത്തിൽ ഫ്രോഡായ ഒരച്ഛനെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്ന സൈജുവിൻ്റെ ശശിധരൻ നായർ താൻ വിചാരിച്ചതിലും വലിയ ഫ്രോഡാണ് അച്ഛൻ എന്ന് രണ്ടാം ഭാഗത്തിലൂടെ മനസ്സിലാക്കുന്നു. അപ്പോഴും അച്ഛനെ കൈവിടുന്നില്ല ശശിധരൻ നായർ. രണ്ടാം ഭാഗത്തിൽ അമ്മയും അയാൾക്ക് പ്രശ്നക്കാരിയാവുന്നുണ്ട്. ഇപ്പം അബദ്ധത്തിലാണെങ്കിൽ പോലും നമ്മൾ ഒരാളെ കൊല്ലുന്നതും അതിൽ നിന്ന് ഊരാൻ ശ്രമിക്കുന്നതുമൊക്കെ നോർമലായിക്കൊണ്ടിരിക്കുകയാണ്. യുക്തിയുടെ അളവുകോലുകൾ മാറ്റിവെച്ച് ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു മുഷിപ്പുമില്ലാതെ കണ്ടിരിക്കാവുന്ന സിനിമയാണ് ഭരതനാട്യം 2. അനാവശ്യമായ ബഹളങ്ങളോ കൃത്രിമത്വമോ ഇല്ലാത്ത ക്ലീൻ ഹ്യൂമറാണ് ചിത്രത്തിൻ്റെ പ്രധാന ആകർഷണം. മതത്തിൻ്റെ പേരിലുള്ള തട്ടിപ്പുകളെയും സിനിമ തുറന്നു കാട്ടുന്നുണ്ട്. സൂക്ഷ്മമായ ഹാസ്യത്താൽ സമ്പന്നമായ തിരക്കഥയും കൃഷ്ണദാസിൻ്റെ സംവിധാന മികവും മികച്ച പ്രകടനങ്ങളും കൂടിയാകുമ്പോൾ സിനിമ തികച്ചും ആസ്വാദികരമാവുന്നു. ഇതൊരു ഫീൽ ഗുഡ് ഫാമിലി സിനിമയല്ല, പൂർണ്ണമായും യുക്തിയില്ലാത്തൊരു ഡാർക്ക് കോമഡി സിനിമയാണ്. കഥാപശ്ചാത്തലം മറന്ന് സിനിമയിൽ ഉടനീളം വരുന്ന ഹാസ്യം നിറഞ്ഞ പ്രകടനങ്ങളും ഡയലോഗുകളും ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ചിരിയോടെയും ഉദ്യോഗത്തോടെയും കണ്ടു തീർക്കാവുന്ന സിനിമയാണ് ഭരതനാട്യം 2. ബബ്ലു അജുവിൻ്റെ ഛായാഗ്രഹണവും ഷെഫീഖ് വിസിയുടെ എഡിറ്റിംഗും സിനിമയുടെ വേഗത നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. ഇലക്ട്രോണിക്കലി ഒരുക്കിയ സംഗീതം ചിത്രത്തിൻ്റെ മൂഡിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അഭിനേതാക്കളുടെ മികച്ച പ്രകടനം തന്നെയാണ് സിനിമയുടെ നട്ടെല്ല്. ശശിധരൻ നായരായി സൈജു കുറുപ്പ് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഹാസ്യവും വൈകാരികതയും ഒരുപോലെ വഴങ്ങുന്ന സൈജുവിൻ്റെ ശൈലി ആ കഥാപാത്രത്തിന് പൂർണ്ണത നൽകുന്നു. അതുപോലെ സുരാജ് വെഞ്ഞാറമ്മൂടും വളരെ തന്മയത്വത്തോടെയുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ജഗദീഷ്, വിനയ് ഫോർട്ട്, കലാരഞ്ജിനി, ശ്രീജ രവി, ബേബി ജിൻ തുടങ്ങിയ എല്ലാവരും തങ്ങളുടെ റോളുകൾ മനോഹരമാക്കിയിട്ടുണ്ട്. ഈയിടെ അന്തരിച്ച സന്തോഷ് നായരും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.